ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാലേ ഒരു മാസമായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൈമലും കാലുമലും അതുപോലെ നമ്മുടെ ദേഹാസകലം ചുമന്ന് തടിക്കുക, ചെറിയ കുരുക്കൾ പോലെ വരിക, പിന്നെ നീര്, വേദന, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഞാനത് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അസുഖം വരുമ്പോൾ നമ്മളൊരു ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളാകുമ്പോൾ, തടിയുള്ള ആളാകുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇങ്ങനെ നടന്ന് ഫുഡ് അടിച്ചിട്ടാണ് ഓരോന്ന് വരുത്തി വെച്ചോ, ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും, ഒന്ന് എക്സസൈസൊക്കെ ചെയ്യുക പറഞ്ഞ് എല്ലാവരും നമ്മളെ അഡ്വൈസ് ചെയ്യും. അത് ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫുഡടി മാത്രമായിട്ട് നടക്കുമ്പോൾ ഉറപ്പായിട്ടും അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു മാസം ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണം, ഇത് പതുക്കെ മാറുള്ളൂ. ഭക്ഷണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് മാത്രമാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. ചോറെന്ന് പറയുമ്പോൾ തവിട് കളയാത്ത അരിയുടെ ചോറ് കുറച്ച് കഴിക്കാം. അതിൻ്റെ കൂടെ അവിയൽ പോലെ പുഴുങ്ങിയ കറി, ഓയിലൊന്നും ഇല്ലാത്ത കറികൾ. പിന്നെ വൈകിട്ട് വീണ്ടും എന്തെങ്കിലും പുഴുക്ക്, അതും വളരെ ലിമിറ്റഡായിട്ട് ഓയിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഭക്ഷണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിട്ട് കണ്ണ് കാണില്ല അത്രയും. കാരണം നമ്മളിതൊന്നും ശീലമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മയും ദീപും അത് തന്നെ ഫോളോ ചെയ്യും. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാം, അവരൊന്നും എൻ്റെ അത്ര തടിയില്ല അല്ലെങ്കിൽ വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ല. പക്ഷേ അവരും ഇത് തന്നെയാണ് ഫോളോ ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കും വിശന്നിട്ട് കണ്ണാണില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് കഴിക്കാം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാണ്ട് ഈ ഡേറ്റ്സൊക്കെ കഴിക്കാം. അപ്പോൾ ഡേറ്റ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ലഡു പോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലഡു ഉണ്ടാക്കാം, അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാം. ദീപു അടുക്കളയിൽ ഈന്തപ്പഴം ഡേറ്റ്സൊക്കെ സെറ്റാക്കണുണ്ട്. എന്തായാലും ഉണ്ടാ തേങ്ങ ചെരുക, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഡേറ്റ്സ്. വിശക്കണ്ടാക്ക് അമ്മ നല്ല ഉറക്കത്തിലാണ്. അമ്മ എനിക്കുമ്പോഴേക്കും ഡേറ്റ്സിൻ്റെ ലഡു സെറ്റാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് കഷായം, മഞ്ചിഷ്ടാദി കഷായം. പിന്നെ ഇതൊക്കെ മരുന്നാണ്, ടാബ്ലറ്റ്. പറങ്കിപ്പട്ടൈ ചൂർണം, എണ്ണ, ഇതൊക്കെയാണ് മരുന്നുകൾ. കഴിക്കാനാകെ ഇഷ്ടമുള്ളൊരു സംഭവം ഈ തേനാണ്. ബാക്കിയൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. ഞാൻ എന്തെങ്കിലും സഹായം? തേങ്ങ ഉടയ്ക്കാണോ? കുടിച്ചേ. ഓ ഇഷ്ടായ. അപ്പോൾ ആദ്യം ഈ നാളികേരം, ഇതിൽ കുറച്ചൊരു വാട്ടർ കണ്ടന്റ് അല്ലേ, ഇതിൽ ചെറിയ ജലാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആക്കാം. ചെറുതായിട്ട് ഈ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളം മാറ്റണം എന്നുള്ളത് എനിക്കറിയാം. നിന്നെ ആരാട്ടി പപ്പടം മറക്കാൻ പഠിപ്പിച്ചേ? തേങ്ങ ആദ്യം തന്നെ മിക്സിയിലേക്ക് ഇടുന്നു. നല്ല തേങ്ങ മാറിയിട്ട് ഇതിലേക്ക് ഈന്തപ്പഴം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് അടിക്കാം. അപ്പം അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തായിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇടൂ. എനിക്ക് ഉരുട്ടാനറിയാം ദീപോ? ഉരുട്ടി വിഴുങ്ങാറുണ്ടോ?
ഇത് പെർഫെക്റ്റ് ലഡു അണ്ടിപ്പരിപ്പുള്ള. ശരിക്കും പറഞ്ഞാൽ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. നാളെ കൂടി വെച്ചു. അത് ശരിയാ. നേരത്തെ അണ്ടിപ്പരിപ്പ് നിന്ന് ഇപ്പോഴും നിന്ന് കിട്ടിയത്. ഇല്ലല്ല, ഞാൻ കണ്ട് കണ്ടില്ല എന്നാ വേണ്ട. നേരത്തെ നിന്നിട്ടടി ഞാൻ കണ്ടു അവിടെ വെച്ച് നിന്ന് വെച്ചത്. എപ്പോ? ഇല്ല, ഒരെണ്ണം തന്നു. അങ്ങനെ ഉണ്ടെന്ന് പറയും. രസമുണ്ട്, നല്ല രസമുണ്ട്. മധുരം അങ്ങനെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. എല്ലാം ഇതായിട്ടുള്ളൂ അല്ലേ ദീപു? ഞാൻ അണ്ടിപ്പരിപ്പ് നോക്കി ഇതിലൊക്കെ അണ്ടിപ്പരിപ്പുണ്ട്. ഇതേ കണ്ട, ഇതിലൊക്കെ അതെല്ലാം പുറത്തുള്ളതാണ് വന്നത്. കഴിക്കടി മോളെ. എനിക്ക് മധുരം പോരാന്ന് നിന്റെ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, അവൾക്ക് കുറച്ചുകൂടി മധുരം വേണം അല്ലേ? അതെ ജസ്റ്റ് ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷെ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. മറുപടി എടുത്തോ. സത്യം പറഞ്ഞാൽ ഈ ഒരു വൈകുന്നേര സമയത്ത് നമ്മളൊരു കട്ടൻ ചായ കുടിച്ച് അതിൻ്റെ ഒപ്പം വല്ല നോമ്പ് പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയമാണ്. ഒരു 10-15 സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കും അല്ല ദീപോ? അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ചിക്കൻ സമൂസ ഉണ്ടാവും, അതല്ലെങ്കിൽ വെജ് സമൂസ ഉണ്ടാവും, കട്ട്ലേറ്റ് ഉണ്ടാവും, പപ്സ് ഉണ്ടാവും, പിന്നെ പിസ്സ, ചെറിയ ചെറിയ പിസ്സ, ബർഗർ, ഈ വക പരിപാടികളെല്ലാം കൂടി ചേർത്ത് ലാവിഷായിട്ട് ചായയൊക്കെ കൂടി കഴിക്കുന്ന സമയമാണ്. ഇങ്ങനൊരു ഹെൽത്ത് കണ്ടീഷൻ വന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 3 നേരം മാത്രമാക്കി ഭക്ഷണം. ഒരു നേരമാണ് നമുക്ക് ചോറുള്ളത്, അതും തവിട് കളയാത്ത അരിയുടെ ചോറ് വളരെ കുറച്ച്. 1/3 ഭാഗം മാത്രം ചോറ്, ബാക്കി പച്ചക്കറിയാണ്. പച്ചക്കറി സലാഡായിട്ട് പുഴുങ്ങിയിട്ട് ആ രീതിയിലാണ് കഴിക്കുന്നത്. രാത്രി സലാഡ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, രാവിലെ ഫ്രൂട്ട്സ്. ഇങ്ങനൊരു ഡയറ്റ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്തിട്ടില്ല. സംഭവം നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട്, അപ്പോഴും ചപ്പാത്തിയോ എന്തെങ്കിലും 2 കഴിക്കും രാത്രി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പണി കിട്ടിയെന്ന് തന്നെ പറയാം. ഹെൽത്ത് കണ്ടീഷൻസ് അത്രയും ഒരു മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് റിക്കവറായി വരുന്നുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, അലർജികളൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ ശരീരത്തിലെ ഫാറ്റായാലും തടിയായാലും ഒക്കെ കുറയും. പിന്നെ ഹെൽത്തൊക്കെ കുറേ കൂടി മെച്ചപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നല്ല, ശരിക്കും അങ്ങനെ സംഭവിക്കും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറിയൊക്കെ കുറേ ബാക്കി വരുമ്പോൾ കൊണ്ട് കളയും. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലിമിറ്റഡായിട്ട് കഴിക്കണോണ്ട് അവിയലായിക്കോട്ടെ, എന്ത് പുഴുങ്ങിയ പച്ചക്കറി ആയിക്കോട്ടെ, അത് മാത്രമല്ലോ നമ്മൾ കഴിക്കണേ. അപ്പോൾ ആ ഒരു പച്ചക്കറി നമ്മൾ മുഴുവൻ കഴിക്കും. ഒരു തരി പോലും നമ്മൾ, അഥവാ ഒരു പീസൊക്കെ എന്തെങ്കിലും വെജിറ്റബിൾ പോയാൽ നമുക്ക് സങ്കടം വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കണോ, ഇപ്പോൾ ചിക്കൻ, മട്ടൺ, ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാം സമൃദ്ധിയായിട്ടുള്ളപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കുറച്ച് വെജല്ല, അത് നീ കൊണ്ട് കളയി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് വേണ്ട, അത് കുഴപ്പമില്ല, വേസ്റ്റ് ആയി പോയിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ണം അവിയലിൽ നിന്ന് ഒരു കഷ്ണം പോകുമ്പോൾ എനിക്ക് ശരിക്കും അത് കളയാൻ തോന്നാറില്ല. അപ്പോൾ അത് ഇതിലിപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ടുള്ളൂ ഞങ്ങളിത് തുടങ്ങിയിട്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഭയങ്കര ലേണിംഗ് ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പറയാം. എന്തായാലും ഞങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് മൊത്തം ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബായ്. ദീപു ബായ് പറയും. ബൈ. ബായ്.